നിന്റെ തൊണ്ടക്കുഴിയുടെ താഴേക്ക് ഒരു തുള്ളി കള്ളങ്ങാണം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പൊന്നു മോനെ നീ സ്വർഗത്തിന്റെ പടി പോലും ചവിട്ടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു തുള്ളി കള്ളങ്ങാണം നിന്റെ തൊണ്ടക്കുഴിക്ക് താഴെ ഇറങ്ങി ഇപ്പോഴും നീ പടച്ചവന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്യാത്തവനാണെങ്കിൽ വല്ലാഹി സത്യം സ്വർഗത്തിന്റെ പരിമളം 500 വർഷത്തെ വഴിദൂരം വരെ അടിച്ചു വീശുവന്ന അതൊന്ന് ശ്വസിക്കാൻ പോലും നിനക്ക് യോഗ്യതയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ കള്ളു കുടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ കാര്യത്തിൽ ഇന്നത്തോടു കൂടി ഒരു തീരുമാനമാവുക. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയാൻ പോവാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാനൊരു 10 കാര്യം പറഞ്ഞു തരാം. ഈ സദസ്സിൽ കള്ളു കുടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ, നിന്റെ ഭർത്താവ് കള്ളു കുടിക്കുന്നവനാണെങ്കിൽ, നിങ്ങളുടെ വാപ്പ കള്ളു കുടിക്കുന്നവനാണെങ്കിൽ, ഇൻഷാ അല്ലാഹ് ഒരു 10 കാര്യം ഞാൻ എണ്ണി പറഞ്ഞു തരാം. ഇന്ന് മുതൽ ജീവിതത്തിൽ ചെയ്യാനുള്ളത്. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വയുസല്ലിമു അലൈഹിം, കള്ളു കുടിക്കുന്നവനോട് സലാം പറയാൻ പാടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കള്ളുകുടിയനെ കാണുമ്പോ അവൻ കള്ളു കുടിക്കുന്നവനാണെന്ന് പരസ്യമായിട്ടറിയാം. ആരുപദേശിച്ച് നന്നാവാത്ത കള്ളുകുടിയനെ കാണുമ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു, പടച്ചവന്റെ അനുഗ്രഹം നിന്റെ മേലുണ്ടാകട്ടെ എന്ന് നീ പറയാൻ പാടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കള്ളുകുടിയന്മാർക്ക് ഇന്ന് മുതൽ തീരുമാനമാകും. ഇന്ന് മുതൽ തീരുമാനമായി. 1, സലാം പറയാൻ പാടില്ല. 2 മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമതായി പറയുകയാണ്, മൻ ശരിബൽ ഖംറ ഫലാ തസവ്വിജൂ, കള്ളുകുടിയന് പെണ്ണ് കെട്ടിച്ചു കൊടുക്കുകയോ അവന്റെ വീട്ടിൽ നിന്ന് പെണ്ണ് കെട്ടാനോ പാടില്ലെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. 3 അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഫൈൻ മരിദാ ഫലാ തഊദൂ. ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ കള്ളു കുടിച്ച് അവന്റെ ഹൃദയം മുഴുവനും തകർന്ന് തരിപ്പണമായി അവന് രോഗം പിടിച്ചിട്ട് അതാ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്, മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുകയാ. എന്നിട്ടും അവൻ കള്ളു കുടിക്കുന്നവനാണെങ്കിൽ അവന് രോഗസന്ദർശനം നടത്താൻ പാടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏത് പ്രവാചകനാ പറഞ്ഞതെന്നറിയുമോ? അബൂജഹൽ പനി പിടിച്ചിട്ട് വീടിനകത്ത് കിടക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അബൂജഹലിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. അബൂജഹൽ തന്റെ അനുയായികളോട് പറയുകയാ, വീടിന്റെ മുന്നിൽ ഒരു കുഴിയെടുത്തിടണം, വീടിന്റെ മുന്നിൽ ഒരു കുഴിയെടുത്തിടണം. അല്ലാഹുവിന്റെ റസൂൽ കിടന്നു വരുമ്പോ കുഴിക്കകത്തേക്ക് വീഴുമ്പോ കല്ലെറിഞ്ഞിട്ടവനെ കൊല്ലാൻ വേണ്ടി അതാ തന്റെ അനുയായികളോട് കുഴിയെടുത്തിടാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ വരുമ്പോൾ കുഴിക്കകത്ത് വീഴണം. കുഴിയെടുത്താ പറഞ്ഞ പ്രവാചകൻ അറിഞ്ഞിട്ട് പോലും അബൂജഹലെ പനി പിടിച്ച് കിടന്ന സമയത്ത് അബൂജഹലിന്റെ വീട്ടിൽ വന്ന് കണ്ട പ്രവാചകൻ പറയുകയാണ്, യാ സ്വഹാബാ, കള്ളു കുടിച്ചിട്ട് അവൻ രോഗിയായി കിടക്കുമ്പോ അവന് രോഗസന്ദർശനം നടത്താൻ പാടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അടുത്തതായി പറയുകയാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കള്ളു കുടിച്ചിട്ട് സർവ്വതും നശിച്ചു പോയി, അവൻ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ചത്തുപോകും. അങ്ങനെ രോഗിയായിട്ട് വീട്ടിൽ കിടക്കുന്ന സമയത്ത് അവൻ നിന്നോട് കടം ചോദിക്കുമ്പോ, അവൻ നിന്നോട് പണം ചോദിക്കുമ്പോ 1 രൂപ എങ്ങാടും ആ കള്ളുകുടിയന് കടം കൊടുത്താ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ഈ ലോകത്ത് കടന്നു വന്ന സർവ്വപ്രവാചകൻ എന്ന പാപം നിനക്ക് എഴുതപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു കള്ളുകുടിയൻ ചാവാൻ കിടക്കും, അപ്പോഴാ വന്നിട്ട് 100 രൂപ എനിക്ക് കടം തരണേന്ന് ചോദിക്കുമ്പോ 1 രൂപ എങ്ങാനും നീ കടം കൊടുത്ത പ്രവാചകന്മാരെ കൊന്ന പാപം അല്ലാഹു നിനക്ക് എഴുതപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഒരു കുടിയൻ, അവന് കഴിക്കാൻ ഭക്ഷണമില്ലാതെ നിന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം ചോദിച്ചു, കഴിക്കാൻ ഭക്ഷണമില്ല, പട്ടിണിയാ, അവൻ കള്ളു കുടിക്കുന്നവനാണെന്ന് നിനക്കറിയാം, അവൻ നിന്റെ മുന്നിൽ വന്ന് 1 നേരത്തെ ആഹാരം ചോദിക്കുമ്പോ 1 നേരത്തെ ആഹാരമല്ല
ഒരു പിടി ആഹാരമെങ്ങാനും നീ ഒരു കള്ളുകുടിയന് കൊടുത്താൽ നിന്റെ സ്വന്തം ഉമ്മയെ വ്യഭിചരിച്ചതിന് തുല്യമാണെന്ന് റൂഹി പിതാ നബി മുഹമ്മദ് മുസ്തഫ. ഒരു കള്ളുകുടിയന് ഒരു നേരത്തെ ആഹാരമല്ല, ഒരു ഉരുള ഭക്ഷണം. ഉരുളയെന്ന് പറഞ്ഞാൽ അറിയാലോ ഞങ്ങളുടെ നാട്ടിൽ, ഇവിടെ അങ്ങനല്ലേ, ഒരു ഉരുള ഭക്ഷണം, ഒരു പിടി ഭക്ഷണം ഒരു കള്ളുകുടിയന് നീ തിന്നാൻ കൊടുത്ത നിന്റെ സ്വന്തം ഉമ്മയെ വ്യഭിചരിച്ചതിന് തുല്യമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ലാ തുജാലിസൂ സുർബത്തുൽ ഖംർ, കള്ള് കുടിക്കുന്നവന്റെ കൂടെ ഇരിക്കാനോ നടക്കാനോ കൂട്ടുപിടിക്കാനോ പാടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. കള്ളുകുടിയന്റെ തോളിൽ കൈയിട്ട് നടക്കരുത്. കള്ളുകുടിയനെ നീ കൂട്ടുകാരനായി കാണരുത്. കള്ളുകുടിയന്റെ കൂടെ ഇരിക്കാൻ പോലും പാടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. താത്ത വിചാരിക്കും, ഉസ്താദ് ഇന്ന് മുതൽ ഞാൻ എവിടെ കിടക്കും, എന്റെ ഭർത്താവ് മുതുകുടിയനാ, ഞാൻ എവിടെ കിടക്കും? താത്ത ടെൻഷനില്ല. എനിക്കറിയില്ല പൊന്നു പെങ്ങളെ, നീ കട്ടിലിൽ കിടക്കണം താഴെ കിടക്കണമെന്ന് നീ തീരുമാനിക്കും. അതെങ്കിലും കിതാബി പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഈ ചുരുങ്ങിയ ബുദ്ധി കൂടെ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ ഇന്ന് കൂടെ കിടക്കാൻ എങ്ങനെ കിടക്കാനാ? തേവെള്ളം അടിച്ചിട്ട് വരുന്ന ഇവന്റെ കൂടെ എങ്ങനെ കിടക്കും? ഒന്നോ നല്ലവണ്ണൊന്നും കിടക്കത്തില്ല, ചത്തുപോകും, അറ്റാക്ക് വന്നു പോകും. മുതുകുടിയൻ ഏതൊക്കെ ചാടി കടന്നിട്ട് വരുന്നവനാ. അള്ളാഹുവേ, അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കള്ളുകുടിയന്റെ കൂടെ ഇരിക്കാൻ പാടില്ല. അടുത്തതായി അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മൻമാത മുദ്മിനിൽ ഖംറ കദാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മൻമാത മുദ്മിനിൽ ഖംറ കദാ തബില്ലാത വൽ ഉസ്സാ. ഈ നാട്ടിലെ ഏതെങ്കിലും പരസ്യമായി കള്ളു കുടിച്ചുകൊണ്ട് നടക്കുന്ന ഒരുത്തനുണ്ടല്ലോ, അവൻ മരിച്ചാ അവന് മുസ്ലിമാണ്, മുസ്ലിമായിട്ടാണ് മരിച്ചതെന്ന് നീ കരുതാൻ പാടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ലാത്തയെയും ഉസ്സയെയും വിശ്വസിച്ചവരുണ്ടല്ലോ, അവൻ ചത്തുപോയതുപോലെ കള്ളുകുടിയും മരിച്ചാ നീ കരുതണമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അടുത്തതായി പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ വലാ തത്തബിഉ ജനായിസകും. ഈ നാട്ടിലെ ഏറ്റവും വലിയ കള്ളുകുടിയൻ മരിച്ചിട്ട് മയ്യത്ത് കെട്ടിൽ എടുത്തു വെച്ചിട്ട് റോഡിലൂടെ ജനാസ കൊണ്ടുവരുമ്പോ കള്ളുകുടിയന്റെ പുറകിൽ നടക്കാൻ പാടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ നാട്ടിലെ ഏറ്റവും കള്ളുകുടി ചത്തുപോയി, അവന്റെ മയ്യത്തെടുത്ത് സന്തൂക്കിൽ വെച്ചോണ്ട് വരുമ്പോ അവന്റെ പുറകിൽ നീ നടക്കാൻ പാടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വലാ തുസല്ലിമു അലൈഹിം, അവന്റെ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി. കള്ളുകുടിയന്റെ മയ്യത്ത് എന്ത് ചെയ്യാൻ പാടില്ല? നിസ്കരിക്കാൻ പാടില്ല. സഹാബത്ത് ചോദിച്ചു, നബിയെ പിന്നെ എന്ത് ചെയ്യും? പുഴുത്ത് നാറൂല്ലേ? കള്ളുകുടിയനാ, പാപം മുതുകുടിയനാ, കൊണ്ടുപോയി കുളിപ്പിച്ച് കുഴിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? പുഴുത്ത് നാറുവല്ലോ. എന്ത് ചെയ്യും? ഈ നാട്ടിലെ മുതുകുടിയൻ അവൻ ചത്തുപോയി, അവന്റെ മയ്യത്ത് നിങ്ങൾ കൊണ്ട് കുഴിച്ചിട്ടില്ലെങ്കിൽ പുറ്റില്ലേ, പുഴുക്കൾ കയറി നാറും. മക്കൾ തന്നെ പറയും, ഒന്ന് എടുത്ത് എവിടെയും കൊണ്ട് കുഴിച്ചിടാൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിച്ചപ്പം അല്ലാഹുവിന്റെ പ്രവാചകനോട് അല്ലാഹു പറഞ്ഞു, പത്രേ നബിയെ, എങ്ങനെയെങ്കിലും കൊണ്ടൊന്ന് കുഴിച്ചിട്ടേക്കാം, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുഴുത്തു നാറും. അതുകൊണ്ട് കള്ളുകുടിയന്റെ മയ്യത്തെടുത്ത് കൊണ്ടുവന്ന് കുഴിച്ചിടണം. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, പൊന്നുമോനെ, നീ കള്ളു കുടിക്കുന്നവനാണെങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിന്റെ കൂട്ടുകാരൻ നിന്നെ വഴിതെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ രാത്രിയിൽ പടച്ചവന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്തോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, യാ സ്വഹാബാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, കള്ളു കുടിക്കുന്നവനുണ്ടല്ലോ, അവൻ എങ്ങനെയാ പടച്ചവന്റെ കോടതിയിലേക്ക് കടന്നു വരുന്നതെന്നറിയുമോ? നാളെ പടച്ചവന്റെ കോടതിയിലേക്ക് കടന്നു വരുന്നത് മാമിന ഖൗമിൻ ഇജ്തല്ലാന്റെ റസൂൽ പറയുകയാണ്, സഹാബത്തിനോട് പറയുന്നു, ഫഇന്ന ശരിബൽ ഖംറ യജീഉ യൗമൽ ഖിയാമ മുസ്വദ്ദൻ വജ്ഹുഹു മുദ്ലിഅൻ ലിസാനുഹു അലാ സദ്രി. കള്ളു കുടിച്ചുകൊണ്ട് നടന്ന ചെറുപ്പക്കാരാ,
നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് നീ കടന്നു വരുമ്പോൾ പട്ടിയെ കണ്ടിട്ടുണ്ടോ ചെറുപ്പക്കാരാ? നാക്കിങ്ങനെ ഈളകളെ താട്ടിക്കൊണ്ട് നാക്കിങ്ങനെ തൂക്കിയിട്ടിട്ട് നടക്കുന്ന പട്ടിയെ കണ്ടിട്ടുണ്ടോ? പട്ടിയെ കണ്ടിട്ടുണ്ടോ? പിടിച്ചു വരുന്ന പട്ടിയെ നീ കണ്ടിട്ടുണ്ടോ? ഈ പട്ടികയുടെ കോലത്തില് നിന്റെ നാവിങ്ങനെ നെഞ്ചിന്റെ ഭാഗം വരെ ഇറക്കിയിട്ട് കൊണ്ട് നാളെ പടച്ചവന്റെ പരലോകത്തേക്കൊരു കുടിയനെ കൊണ്ടുവരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുമ്പോൾ അവസാനമായിട്ട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മൻ കാന ഫീ സദ്രിഹി ആയതൻ ഫീ കിതാബില്ലാഹ്. കള്ളു കുടിക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളറയിലെങ്ങാട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്തെങ്കിലും നിനക്ക് കാണാതെ അറിയുമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നാളെ പടച്ചവന്റെ മുന്നിലേക്ക് നിന്നെ കൊണ്ടുവരുമ്പോൾ നിന്റെ ഹൃദയത്തിനകത്തിരിക്കുന്ന ഖുർആൻ ആയത്തിന്റെ മുകളിലേക്ക് കല്ലെടുത്തൊഴിച്ച ചെറുപ്പക്കാരാ, കുല്ലു ഹർഫിൻ മിൻ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, കുല്ലു ഹർഫിൻ മിൻ തിൽകൽ ആയാ. കള്ളു കുടിക്കുന്നവന്റെ ഹൃദയത്തിലെങ്ങാട് അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരു ആയത്തുണ്ടെങ്കിൽ ആ ആയത്ത് നാളെ പടച്ചവന്റെ കോടതിയിൽ കടന്നു വന്നിട്ട് ഓരോ അക്ഷരവും അല്ലാഹുവോട് പറയുമത്രേ, പടച്ചവരെ ഇവന് സ്വർഗം കൊടുക്കല്ല അല്ലോ, ഇവൻ നിന്റെ ഖുർആനിന്റെ മുകളിൽ കള്ളൊഴിച്ചവരാണ്, ഖുർആനിന്റെ മുകളിൽ കള്ളൊഴിച്ചവരാ, ഇവന് സ്വർഗം കൊടുക്കല്ല റബ്ബേ എന്ന് പരിശുദ്ധ ഖുർആൻ പടച്ചവരോട് പറയുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കള്ളു കുടിക്കുന്നവനെ കൂട്ടുകാരനാക്കല്ലേ, കള്ളുകുടിയനെ നിന്റെ കൂട്ടുകാരനാക്കല്ലേ, കള്ളു കുടിക്കുന്നവന്റെ കൂടെ നടക്കാൻ പാടില്ല. കള്ളുകുടിയനുമായുള്ള സർവബന്ധവും ഇന്നത്തെ രാത്രി മുതൽ നീ ചെല്ലിക്കളയണം, അവസാനിപ്പിക്കണം പൊന്നുമോരേ. കള്ളു കുടിക്കുന്ന കൂട്ടുകാരനുമായി ഇന്ന് രാത്രി മുതൽ ഒരു ബന്ധവും പാടില്ല. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ. ഇപ്പൊ ചെറുപ്പക്കാര് പറയും, ഉസ്താദെ, പാപ്പമാരൊക്കെ പറയും, ഉസ്താദെ ഞാൻ കള്ളൊന്നും കുടിച്ചിട്ടില്ല, ജീവിതത്തിൽ നീ ഒരിക്കലും കള്ളു കുടിച്ചിട്ടില്ല. പക്ഷേ 10 വിഭാഗം ആൾക്കാർ കള്ളു കുടിച്ചില്ലെങ്കിലും കള്ളു കുടിച്ചവന്റെ ലിസ്റ്റിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. കള്ളു കുടിച്ചില്ലെങ്കിലും 10 വിഭാഗം ആൾക്കാർ കള്ളുകുടിയന്റെ ലിസ്റ്റില്ല. ആരൊക്കെയാണെന്നറിയൂ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹോട്ടൽ നടത്തുന്ന സമയത്ത് ഒരുത്തം വരും, വൈകുന്നേരം 3-4 പേര് ഇങ്ങോട്ട് വന്നിട്ട് കടയ്ക്കകത്ത് കയറി ഇരുന്നിട്ട് റൂമിനകത്ത് ഇരുന്നോട്ട് അടിക്കാൻ വേണ്ടി സ്ഥലം നട്ട് കൊടുക്കുമല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കള്ളു കുടിക്കുന്നതിന് വേണ്ടി ഇരുന്ന് കള്ളു കുടിക്കാൻ സ്ഥലം കൊടുക്കുന്നവൻ കള്ളു കുടിച്ചവനെ പോലെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. വന്നിട്ട് കടയിൽ വന്നിട്ട് പറയും, ഷോപ്പിൽ വന്നിട്ട് ഒരു കുപ്പി തണുത്ത വെള്ളവും 2 ഗ്ലാസും. സംസം വെള്ളം കുടിക്കാനാണെന്ന് നിനക്കറിയാം. അവൻ എന്തിനാ ഇത് ചോദിക്കുന്ന? ഒരു സോഡയും 2 ഗ്ലാസും വെള്ളം എടുത്ത് കൊടുത്താൽ പൊന്നുമോനെ നീ അവനെ പോലെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരുത്തൻ വണ്ടി കാത്ത് നിൽക്കുക ബീവറേജിൽ പോകാൻ. സമയം ഇപ്പൊ അടയ്ക്കും 10 മണിയാവാറായി തുറക്കാൻ, കയ്യും കാലും പ്രശ്നം നിൽക്കാം. നിനക്കറിയാം, ബൈക്ക് കൊണ്ടുപോയിട്ട് അളിയ കേരളിയ കൊണ്ട് ബീവറേജിന്റെ പെണ്ടി കൊണ്ട് വിട്ടുകൊടുത്താൽ നീയും അവനെ പോലെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. പന കൊടുത്തവൻ, സ്ഥലം കൊടുത്തവൻ, വാഹനം കൊടുത്തവൻ, സഹായിച്ചവൻ, ഇരിക്കാൻ സ്ഥലം കൊടുത്തവൻ, വെള്ളം കൊടുത്തവൻ. നീ കുടിക്കുന്നില്ല. ഇപ്പം വീട്ടിലൊക്കെ ആണെങ്കിൽ എന്തിനു വന്നാലും ഒരു കുപ്പി കൊടുത്താൽ മതി, എന്റെ കാര്യം നടക്കും. എന്റെ പൊന്നു സഹോദരങ്ങളെ, നീ കള്ളു കുടിച്ചില്ലെങ്കിലും കള്ളു കുടിയനെ പോലെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കൂട്ടുകാരി, നമ്മുടെ ആത്മാർത്ഥ സുഹൃത്ത്, അവൻ നല്ലവനായിരിക്കണം. നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന കൂട്ടുകാരനായിരിക്കണം. നിസ്കരിച്ചില്ലെങ്കിൽ ചോദിക്കുന്നവനാകണം. വെള്ളിയാഴ്ച മാത്രം പള്ളിയിൽ പോകുന്നവനല്ല, എല്ലാ വക്രത്തിലും പള്ളിയിൽ വിളിച്ചു കൊണ്ടുപോകുന്ന ആത്മാർത്ഥ സുഹൃത്തായിരിക്കണം. വൈകുന്നേര സമയമാകുമ്പോ ബൈക്ക് കൊണ്ടുവന്നിട്ട് പെണ്ണുങ്ങളെ കാണാ, സ്കൂൾ വിട്ട് വരുന്ന, കോളേജിൽ നിന്ന് വരുന്ന പെങ്ങളെ കാണാ, ബൈക്കിന്റെ പുറകിൽ ഇരുത്തിക്കൊണ്ടുപോകുന്ന കൂട്ടുകാരനുണ്ടല്ലോ. എല്ലാ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ,
ഗൾഫുകാരന്റെ ഭാര്യയുടെ വീടിനകത്തേക്ക് പാതിരാത്രിയിൽ കൊണ്ടുപോകുന്ന കൂട്ടുകാരനല്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പൊന്നുമോളെ, ഇന്ന് നീയാണല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് നിറഞ്ഞിരിക്കുകയാ. എല്ലാവരും വെള്ളിയാഴ്ച ദിവസം ജുമാ നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് പോകുമ്പോ നല്ല സമയം എന്റെ പെങ്ങക്കറിയാ, നല്ല സമയം എന്റെ പെങ്ങക്കറിയാ. എല്ലാവരും പള്ളിയിലേക്ക് ജുമാ നമസ്കരിക്കുന്നതിന് വേണ്ടി പോകുമ്പോ ആ സമയത്ത് കാമുകനെ വീടിനകത്തേക്ക് വിളിച്ചു കയറ്റുന്ന പെണ്ണേ, പൊന്നുമോളെ, നീ നിന്റെ കൂട്ടുകാരൻ നന്നായിക്കോ, നിന്റെ കൂട്ടുകാരൻ നീ നന്നായിക്കോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എടാ, വ്യഭിചരിക്കാൻ വിളിക്കുന്ന കൂട്ടുകാരൻ നിനക്ക് വേണ്ട, എന്നെ മോശത്തരത്തിലേക്ക് കൊണ്ടുപോകുന്ന കൂട്ടുകാരൻ നിനക്ക് വേണ്ട. അവരോട് പിണങ്ങിയാലും നിനക്ക് സ്വർഗമാടാ. പടച്ചവന് വേണ്ടി അല്ലാഹുവേ കള്ളു കുടിക്കുന്ന കൂട്ടുകാർ, വ്യഭിചരിക്കാൻ വിളിക്കുന്ന കൂട്ടുകാർ, സിനിമാ തിയേറ്ററിൽ പോകാൻ വിളിക്കുന്ന കൂട്ടുകാർ, അവൻ മുസ്ലിമാണെങ്കിലും അവനോട് നീ പിണങ്ങിയിരുന്നാലും നിനക്ക് സ്വർഗം കിട്ടുമടാ. പടച്ചവന് വേണ്ടി സ്നേഹിച്ചാലും സ്വർഗമാ, പടച്ചവന് വേണ്ടി പിണങ്ങിയാലും സ്വർഗമാ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കൂട്ടുകെട്ട് വേണ്ട ചെറുപ്പക്കാരാ. എന്റെ പൊന്നുമോരെ, ഏതെങ്കിലും ഒരു തൊലിവെളുപ്പുള്ളവള് വിളിക്കുമ്പോൾ എളുപ്പക്കാരന്റെ ഭാര്യ ചാഞ്ഞു കിടക്കുന്ന മരമാ. പൊന്നുമോനെ, തൊലിവെളുപ്പ് കണ്ടുകൊണ്ട് അവളുടെ കിടപ്പറയിലേക്ക് കടന്നുപോയാ പൊന്നു ചെറുപ്പക്കാരാ, എത്രയോ ചെറുപ്പക്കാരൻ നടുറോഡിൽ നിന്ന് തുടച്ചെടുത്തിട്ടുണ്ടടാ. ബൈക്ക് ആക്സിഡന്റ് പറ്റിയിട്ട് ട്രാൻസ്പോർട്ട് ബസിന്റെ അടിയിൽ നിന്ന് മാംസങ്ങൾ വാരിക്കൂരി മയ്യത്ത് പോലും നല്ല രീതിയിൽ കുളിപ്പിക്കാൻ കഴിയാതെ കബറടക്കി എത്രയോ ചെറുപ്പക്കാരുടെ കഥ നിനക്കറിയാമടാ.